അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവ് സിഹിയോന്റെ അടിമത്തം നീക്കിയപ്പോൾ ഞങ്ങൾ ആനന്ദഭരിതരായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് സിഹിയോന്റെ അടിമത്തം നീക്കിയപ്പോൾ ഞങ്ങൾ ആനന്ദഭരിതരായി. അപ്പോൾ ഞങ്ങളുടെ അധരങ്ങളിൽ ചിരിയും നാവുകളിൽ സ്തുതിഗീതങ്ങളും നിറഞ്ഞു. കർത്താവ് തങ്ങൾക്ക് വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നുവെന്ന് ജനതകൾക്കിടയിൽ സംസാരമുണ്ടായി. കർത്താവിൽ ഞങ്ങൾ ആനന്ദിക്കുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ദക്ഷിണദേശത്തെ ജലപ്രവാഹം പോലെ കർത്താവ് ഞങ്ങളുടെ അടിമത്തം നീക്കിക്കളഞ്ഞു. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ സന്തോഷത്തോടെ കൊയ്യുന്നു. വിത്ത് ചുമക്കുന്നവൻ ദുഃഖത്തോടെ നടക്കുന്നു. കത്ത് ചുമക്കുന്നവൻ സന്തോഷത്തോടെ വരുന്നു. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാകുന്നു. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരുടെ ഉറക്കം മുഴുവൻ നിഷ്ഫലമാകുന്നു. അതിരാവിലെ ഉണരുന്നത് താമസിച്ച് ഉറങ്ങുന്നതും ആഹാരത്തിനായി അധ്വാനിക്കുന്നതും വ്യർത്ഥമാകുന്നു. കർത്താവ് തന്റെ പ്രിയപ്പെട്ടവർക്ക് നിദ്ര നൽകുന്നു. മക്കൾ കർത്താവിന്റെ അവകാശമാകുന്നു. ഉദരഫലങ്ങൾ അവിടുത്തെ സമ്മാനവും. യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരന്റെ കൈകളിലെ അസ്ത്രങ്ങൾ പോലെയാകുന്നു. അവരെ കൊണ്ട് അവനാഴി നിറയ്ക്കുന്നവർ ഭാഗ്യമുള്ളവരാകുന്നു. നഗരകവാടത്തിങ്കൽ വെച്ച് ശത്രുക്കളോട് പൊരുതുമ്പോൾ അവർക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല. കർത്താവിനെ ആദരിക്കുകയും അവിടുത്തെ വഴിയിലൂടെ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. മനുഷ്യ, നിന്റെ അധ്വാനഫലം നീ ഭക്ഷിക്കുമ്പോൾ നീ ഭാഗ്യവാൻ. നിനക്ക് നന്മ ഭവിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരിവള്ളി പോലെയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയുമായിരിക്കും.
കർത്താവിനെ ആദരിക്കുന്ന മനുഷ്യൻ ഇപ്രകാരം അനുഗ്രഹീതനാകും. കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. ജീവിതകാലം മുഴുവൻ ഓസ്ലേമിന്റെ നന്മ നീ കാണട്ടെ. മക്കളുടെ മക്കളെ കാണാൻ നിനക്ക് ഇടവരട്ടെ. ഇസ്രായേലിന് സമാധാനമുണ്ടാകട്ടെ. ഇസ്രായേൽ ഇപ്രകാരം പറയട്ടെ, എന്റെ ചെറുപ്പം മുതൽ ശത്രുക്കൾ വർദ്ധിച്ചു വന്നു. ബാല്യം മുതൽ എന്നെ ഉപദ്രവിക്കുന്നവർ വർദ്ധിച്ചു വന്നു. എങ്കിലും എന്റെ ശക്തി ഉല്ലംഘിക്കാൻ കർത്താവ് നീതി. സിഹിയോനെ കാറ്റൂതുമ്പോൾ അത് വേരറ്റ് വാടിപ്പോകുന്നു. കൊയ്യുന്നവന്റെ കൈ നിറയുന്നില്ല, കറ്റുകെട്ടുന്നവന്റെ മടിയും നിറയുന്നില്ല. കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. അഗാധത്തിൽ നിന്ന് ഞാൻ അങ്ങയെ വിളിക്കുന്നു. കർത്താവേ, എന്റെ ശബ്ദം കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. പാപങ്ങളെല്ലാം അങ്ങോർത്തിരുന്നാൽ കർത്താവേ ആർക്കു രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം അങ്ങയുടെ പക്കൽ നിന്നാണല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവിടുത്തെ വാഗ്ദാനത്തിലാകുന്നു. പ്രഭാതം മുതൽ പ്രഭാതം വരെ കർത്താവിനെ ഞാൻ കാത്തിരിക്കുന്നു. ഇസ്രായേൽ അവിടുത്തെ കാത്തിരിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് കരുണയുള്ളവനാകുന്നു. പൂർണ്ണമായ രക്ഷയും അവിടുത്തെ പക്കലാകുന്നു. അവിടുന്ന് ഇസ്രായേലിനെ അതിലെ പാപങ്ങളിൽ നിന്നെല്ലാം രക്ഷിക്കും. കർത്താവേ, എന്റെ ഹൃദയം അഹങ്കരിച്ചില്ല, കണ്ണുകളിൽ അഹന്ത നിഴലിച്ചില്ല. എന്റെ കഴിവിൽ കവിഞ്ഞ കാര്യങ്ങളിൽ ഞാൻ വ്യാപരിച്ചില്ല. അമ്മയുടെ മടിയിലിരിക്കുന്ന കുഞ്ഞിനെ പോലെ ഞാൻ എന്നെ തന്നെ വിനീതനാക്കി. ഇസ്രായേൽ ഇന്നും എന്നേക്കും കർത്താവിനെ കാത്തിരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. മിശിഹ മരണശേഷം ഉയർത്തിരിക്കുന്നു. രാജാക്കൾ തൻ രാജാവാകും ശ്രേഷ്ഠാചാര്യൻ ഈശോ മിശിഹായൊരു നാളിൽ യോർദാൻ നദിയിൽ മാമോദീസ മുങ്ങുകയായി യോഹന്നാൻ തൻ കരതാരാൻ. ബലവാനവനോ ബലഹീനൻ പോൽ മാമോദീസ കൈകൊള്ളുകെ. ദൈവിക നീതിയിലെറിഞ്ഞവനാ സത്യത്തിന്റെ പ്രഘോഷകനാ. മാനവസുരനെ ജലമാകും കല്ലറ തന്നിലടയ്ക്കുകയാ. പാവനമാം തൻ മരണത്തിൻ സൂചനയവിടെ തിരുനാഥൻ നമ്മൾ കേകുന്നു. തിന്മയിൽ നിന്ന് നന്മ ചെയ്യുവിൻ. മർത്യകുലത്തിനു ജീവൻ പകരും ദൈവത്തിൻ കൃപയുലകിൽ തെളിവായി മിശിഹായിൽ. തിന്മകളകിലം നീക്കിടാനും ലോകം നൽകും നശ്വരമോഹം വെടിയാനും. സ്നേഹത്തോടും സത്യത്തോടും നിത്യം കൂറു പുലർത്താനും. മതിശാലിനികൾ കന്യകമാർ എന്നതുപോലെ വസിപ്പാനും. നീതി എഴുന്നോരായിവിടെ ഭുവനത്തിൽ നിലനിൽക്കാനും. വാക്കുകളാലും മാതൃകയാ ചെയ്തികളാലും തിരുനാഥൻ ബോധനമേകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മർത്യകുലത്തിൻ രക്ഷയ്ക്കായി ഉലകം തന്നിൽ ഉദയം ചെയ്തവനീശോയേ. ദൈവത്തിൻ തിരുകുഞ്ഞാടാകും നിന്നുടെ കരുണയിൽ അഭയമിതാ ഞാൻ തേടുന്നു. ശമയോനാകും ശിഷ്യനെ എന്ന ആഴിയിൽ നിന്നും ഉയർത്തിയ പോൽ പാപക്കടലെ
പരീക്ഷകളിൽ നിന്നെന്നെ പരിചുടുയർത്തി കാക്കണമേ. കാനാൻകാരിയോടെന്നതുപോൽ ഉത്തരമരുളാൻ കനിയണമേ. അവളോടൊപ്പം ഞാനുമിതാ കരുണയ്ക്കായി കേഴുന്നു. നാഥ കനിയണമേ. കരുണാനിധിയാം കർത്താവേ, നിൻ ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം, ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസരി നിതരാം കാക്കണമേ. കരുണാമയനാം കർത്താവേ, ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ. സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ. ഒരുമയൊടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവീശോ മിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ. ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്ലീഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനോടർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയരും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. വരുവിൻ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. രക്ഷകനായ നമ്മുടെ ദൈവത്തെ പാടിപ്പുകഴ്ത്താം. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. വരുവിൻ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. രക്ഷകനായ നമ്മുടെ ദൈവത്തെ പാടിപ്പുകഴ്ത്താം. കൃതജ്ഞതാപൂർവം തിരുസന്നിധിയിലെത്താം. സങ്കീർത്തനങ്ങളാൽ അവിടുത്തെ പാടിപ്പുകഴ്ത്താം. എന്തുകൊണ്ടെന്നാൽ കർത്താവ് മഹോന്നത ദൈവമാണ്. സകല ദേവന്മാരെക്കാൾ വലിയ രാജാവാണ്. ഭൂമിയുടെ അടിസ്ഥാനങ്ങളും ഗിരിശൃംഖങ്ങളും അവിടുത്തെ കൈകളിലാണല്ലോ. സമുദ്രം അവിടുത്തേതാണ്. അവിടുന്ന് അതിന് രൂപം നൽകി തൃക്കരങ്ങൾ കരയെ മെനഞ്ഞെടുത്ത്. വരുവിൻ നമുക്ക് അവിടുത്തെ കുമ്പിട്ട് ആരാധിക്കാം. നമ്മെ സൃഷ്ടിച്ച കർത്താവിനെ വാഴ്ത്താം. എന്തുകൊണ്ടെന്നാൽ അവിടുന്നാകുന്നു നമ്മുടെ ദൈവം. അവിടുത്തെ സ്വരം ശ്രവിക്കുമെങ്കിൽ നാം അവിടുത്തെ സ്വരമാണ്. മേച്ചിൽപ്പുറത്തെ അജഗണവും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്നേക്കുമാമേൻ. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. നീതിക്കതിരവനാം മിശിഹായേ, നിന്നെ ഞങ്ങൾക്കേകിയതാം കരുണയ്ക്കായി സ്തോത്രം. ധരയുടെ കോരിനുള്ളിൽ
കനകപ്രഭയായി ദാവീദിൻ പുരിയിൽ ഉദയം ചെയ്തു നീ. അനുതാപം വഴിയായി ശുദ്ധി വരിച്ചിടാൻ ജനതകളെ അഖിലം മാടി വിളിച്ചു നീ. കരുണാവാരിധിയേ പാപം ചെയ്യുകയാൽ നിന്നുടെ കോപത്തിൻ കാരണമായി ഞങ്ങൾ നിൻ തിരുരക്തത്താൽ ഞങ്ങളെ വാങ്ങിയ നീ കടമൊഴിവാക്കിയിടാൻ കനിവുണ്ടാകണമേ. കരുണ പൊഴിക്കണമേ ന്യായാധിപനേ നീ. വിധവയ്ക്കൊപ്പമിവർ കേഴുന്ന നവരതം മാനവ പാപത്തിൻ മാമലമേലേ നീ തവ കാരുണ്യത്തിൻ മാരി പൊഴിക്കണമേ. താതനുമാത്മജനം പാവനറൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ ഇപ്പോഴും എന്നേക്കും. പൗലോസ് ശ്ലീഹ ഫിലിപ്പിയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ എനിക്ക് ശരീരത്തിലും പ്രത്യാശ വയ്ക്കാൻ കഴിയും. ശരീരത്തിൽ പ്രത്യാശയുണ്ട് എന്ന് വിചാരിക്കുന്ന ആരെയേക്കാൾ കൂടുതലായി അതിനുള്ള അവകാശം എനിക്കുണ്ട്. കാരണം 8-ാം ദിവസം പരിച്ഛേദനം ചെയ്യപ്പെട്ടവനാണ് ഞാൻ. ഇസ്രായേൽ വംശത്തിലും ബെഞ്ചമിൻ ഗോത്രത്തിലും പിറന്നവൻ, ഹെബ്രായരിൽ നിന്നു ജനിച്ച ഹെബ്രായൻ, നിയമപ്രകാരം ഫരിസേയൻ, തീക്ഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവൻ, നീതിയുടെ കാര്യത്തിൽ നിയമത്തിന് മുൻപിൽ കുറ്റമില്ലാത്തവൻ. എന്നാൽ എനിക്ക് ലാഭമായിരുന്ന ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി. ഇവ മാത്രമല്ല, എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടിയത്രേ. എനിക്ക് നിയമത്തിൽ നിന്ന് ലഭിക്കുന്ന നീതിയല്ല ഉള്ളത്, പിന്നെയോ ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്ന നീതിയാണ്. അതായത് വിശ്വാസത്തെ ആസ്പദമാക്കി ദൈവത്തിൽ നിന്നുള്ള നീതി. അത് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും ഞാൻ അറിയുന്നതിനും അവൻ്റെ സഹനത്തിൽ പങ്കുചേരുന്നതിനും അവൻ്റെ മരണത്തോട് താതാത്മ്യപ്പെടുന്നതിനും വേണ്ടിയാണ്. അങ്ങനെ മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പ് പ്രാപിക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതെനിക്ക് കിട്ടിക്കഴിഞ്ഞെന്നോ ഞാൻ പരിപൂർണനായെന്നോ അർത്ഥമില്ല. ഇത് സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ തീവ്രമായി പരിശ്രമിക്കുകയാണ്. യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. സഹോദരരെ, ഞാൻ തന്നെ ഇനിയും ഇത് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു. എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുൻപിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. യേശു ക്രിസ്തുവിലൂടെ ഉന്നതത്തിലേക്കുള്ള ദൈവത്തിൻ്റെ വിളിയാകുന്ന സമ്മാനത്തിന് വേണ്ടി ഞാൻ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്നു. അതിനാൽ നമ്മിൽ പൂർണ്ണത പ്രാപിച്ചവർ ഇങ്ങനെ തന്നെ ആഗ്രഹിക്കട്ടെ. ആരെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ ഭിന്നമായി ചിന്തിക്കുന്നെങ്കിൽ ദൈവം നിങ്ങൾക്ക് അത് വ്യക്തമാക്കി തരും. എന്നാൽ നേടിയെടുത്തതിനെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ആവണം നമ്മുടെ പ്രവർത്തനം. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും ആനന്ദത്തോടും പ്രത്യാശയോടും കൂടെ നിന്ന് കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ജീവനുള്ള ദൈവത്തിന്റെ പുത്രനും നിത്യം ജീവിക്കുന്നവനും സ്വർഗത്തിൽ നിന്ന് ഉദയം ചെയ്യുന്നവനും ജലത്തിലുള്ള തന്റെ മാമോദീസായാൽ ഞങ്ങൾക്ക് ദത്തുപുത്ര സ്ഥാനം നൽകിയവനുമായ കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മനുഷ്യരെ സമ്പന്നരാക്കുന്ന സകല സഹായങ്ങളുടെയും നിക്ഷേപവും മനുഷ്യമക്കൾക്ക് വാസസ്ഥലവും നിലനിൽക്കുന്ന ആനന്ദവും ഒരുക്കുന്നവനുമായ കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ആരാധനം ഞങ്ങളുടെ രൂപത്തെ നവീകരിച്ചവനും അശുദ്ധരായ ഞങ്ങളെ ശുദ്ധീകരിച്ചവനും യോർദാനിലെ മാമോദീസ വഴി ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചവനുമായ കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദിജാതനും
സകല ജനതകളുടെയും രക്ഷയ്ക്ക് വേണ്ടി വന്നവനും തൻ്റെ ദാസനായ യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിച്ചവനുമായ കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പിതാവായി ദൈവത്താൽ വെളിപ്പെടുത്തപ്പെട്ടവനും പരിശുദ്ധ റൂഹായി ഇറങ്ങി വസിച്ചവനുമായ കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവൻ്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാലയോ പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവായ മിശിഹായെ, നിന്റെ വലിയ കൃപയാ ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ മാമോദീസായാൽ അജഗണത്തിൻ്റെ കടങ്ങൾ പൊറുക്കണമേ. നിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കുകയും ഞങ്ങളിൽ കരുണയായിരിക്കുകയും ചെയ്യണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പിതാവും